ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദ് ഇസ്ലാമിൻ്റെ ആശയടിത്തറ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം നിലനിൽക്കുന്നത് ഏകദൈവ വിശ്വാസം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാം ആദ്യവും അവസാനവും പറയുന്നത് അള്ളാഹു ദൈവം, നമ്മൾ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം ഏകനാണ് എന്ന ആശയത്തിന്മേലാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ സൂറത്തുകളിലൊന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. സുലുസുൽ ഖുർആൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. ഖുർആനിൻ്റെ 1/3 എന്നർത്ഥം. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നാണല്ലോ ഇസ്ലാമിനെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ്റെ പ്രധാന ആശയങ്ങളെ 3ആയി തരംതിരിക്കുന്നത്. അതിൽ തൗഹീദിനെ മാത്രം പരാമർശിക്കുന്ന സൂറത്ത് എന്നതുകൊണ്ടാണ് സൂറത്തിന് ഇഖ്ലാസ് എന്ന പേര് പോലും ലഭിച്ചത്. കാരണം നമുക്ക് സൂറത്തുകളുടെ പേര് പലപ്പോഴും ഖുർആനിൽ വന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നറിയാം. പക്ഷെ ചില സൂറത്തുകൾക്ക് അങ്ങനെ പേരുകൾ ഉണ്ടാവുകയില്ല. അതിലൊന്നാണ് ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത്. പക്ഷെ എന്തുകൊണ്ടാവാം ആ പദം തന്നെ വന്നത്? പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, മറ്റൊരു വിഷയവും പരാമർശിക്കാതെ തൗഹീദ് മാത്രം പരാമർശിക്കുന്ന, അതിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സൂറത്ത് എന്നതുകൊണ്ട് മാത്രമാണ് സൂറത്തിന് ഇഖ്ലാസ് എന്നുള്ള പേര് വന്നത്. നമ്മൾ അതിൽ നിന്ന് കടന്ന് മറ്റു പല സൂറത്തുകളെ എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയും ഇതേ തൗഹീദിനെ തന്നെ മറ്റു പല രീതികളിൽ വിശദീകരിക്കുന്നത് കാണാം. സൂറത്തുൽ ഫാത്തിഹ, അല്ലെങ്കിൽ നമ്മൾ ആദ്യകാല സൂറത്തുകളായ ആദ്യം നമ്മൾ പഠിക്കുന്ന അവസാന സൂറത്തുകൾപ്പെടുന്ന സൂറത്ത് നാസ്, ഫലക്ക്, അങ്ങനെ പ്രധാനമായും മക്കി സൂറത്തുകളിലെ പ്രധാന വിഷയം തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ്. അതുകൊണ്ട് മക്കി സൂറത്തിൽ പ്രത്യേകിച്ച് തന്നെ ഇസ്ലാമിൻ്റെ ആശയാടിത്തറകൾ അടിയുറപ്പിച്ച് പഠിപ്പിക്കുക, ബോധിപ്പിക്കുക എന്നതായിരുന്നു ആ സൂറത്തുകളുടെ പ്രധാന ലക്ഷ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മക്കി സൂറത്തുകളെ പ്രധാനമായും ഇസ്ലാമിൻ്റെ സൈദ്ധാന്തിക അടിത്തറ പഠിപ്പിക്കുക, ആശയങ്ങൾ പഠിപ്പിക്കുക. മദനീ സൂറത്തുകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിയമങ്ങളുടെയും അതുപോലെ തന്നെ ഇസ്ലാഹിൻ്റെയും ദഅവത്തിൻ്റെയും മറ്റു പല ഭാഷകൾ പഠിപ്പിക്കുക എന്നതൊക്കെയാണ് മദനീ സൂറത്തുകളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കി സൂറത്തുകളിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നത് തന്നെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ തൗഹീദ് എന്നുള്ള പദവും ഖുർആനിൽ വന്നിട്ടില്ല. ഹദീസിൽ 1-2 ഭാഗങ്ങളിൽ എവിടെ പരാമർശിക്കുന്നത് കാണാം. തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഏകനാക്കൽ, ഒറ്റയാക്കൽ എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹുവിനെ ഒറ്റയാക്കലാണ്, ഏകനാക്കലാണ്. കാരണം ഖുർആനിൽ ആ പദം വന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ആ പദം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി മാറി? കാരണം അള്ളാഹു ഏകനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടൂ. എന്നാൽ മാത്രമേ അവന് മാത്രമാണ് അടിപ്പെടേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് അനുസരിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിന് മാത്രമാണ് അടിമപ്പെടേണ്ടത് എന്നുള്ള ബോധം കിട്ടണമെങ്കിൽ അള്ളാഹു ഏകനാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാവണം. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ തൗഹീദ് എന്ന പദത്തെ 2-3 ഘട്ടങ്ങളായി കാറ്റഗറൈസ് ചെയ്യുന്നത് കാണാം. 2-3 പദാവലികൾ പ്രത്യേകിച്ച് അത് വിശദീകരിക്കുന്നത് കാണാം. തൗഹീദിനെ പ്രധാനമായും തൗഹീദുൽ റുബൂബിയ്യത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കാണാം. തൗഹീദ് ഉലൂഹിയത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അസ്മാ സിഫാത്ത് എന്ന് പറയുന്ന 3 ഘട്ടങ്ങൾ, 3 കാറ്റഗറൈസ് ചെയ്യുന്നതായി കാണാം. ഞാൻ ഓരോന്നിനെയും വിശദീകരിക്കാം. അപ്പോൾ ആദ്യം എന്താണ് തൗഹീദുർ റുബൂബിയ്യത്ത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടത് നമുക്ക് അനിവാര്യമാണ്. അള്ളാഹു ഏകനാണെന്ന് മാത്രമല്ല, അള്ളാഹു ആരാധ്യനാണ്, അള്ളാഹു മറ്റു പലതുമാണ്. അപ്പോൾ അതിനെ പണ്ഡിതന്മാർ ഈ പദാവലികൾ കൊണ്ടാണ് വേർതിരിക്കുന്നത്. ആദ്യം തന്നെ ഖുർആൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യം കാണുന്ന ആയത്ത് തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം വിശദീകരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിശദീകരിക്കുന്നു. മാലികി യൗമിദ്ദീൻ എന്നതും വിശദീകരിക്കുന്നു. അള്ളാഹു റഹ്മാനാണ്. ആദ്യത്തെ അള്ളാഹുവിൻ്റെ സിഫത്ത്, ഗുണമെന്നത് റഹ്മാനും റഹീമുമാണ്.
രണ്ടാമത് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. രണ്ടാമത് അള്ളാഹുവിൻ്റെ സിഫത്തായി പറയുന്നത് റബ്ബുൽ ആലമീനാണ്, റബ്ബാണ്. മൂന്നാമത് മാലിക് യൗമിദ്ദീനാണ്, ആഖിറത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ്. അപ്പം ഈ 3 പദാവലികളുമാണ് തൗഹീദിൻ്റെ അടിസ്ഥാന പദാവലികൾ. അത് ഈ റുബൂബിയത്തുമായി ചേർന്ന് നിൽക്കുന്നു. റുബൂബിയത്ത് എന്ന് വെച്ചാൽ റബ്ബുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് റുബൂബിയത്ത് എന്നുള്ള പദം. അതായത് അള്ളാഹു റബ്ബുൽ ആലമീനാണ്, സർവ്വലോകങ്ങൾക്കും റബ്ബാണ്. റബ്ബിൻ്റെ പദത്തിൻ്റെ അർത്ഥം എന്താണ്? റബ്ബ് എന്ന് പറയുന്നത് പോറ്റുന്നവൻ, പരിപാലിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, മാനേജ് ചെയ്യുന്നവൻ, ഇങ്ങനെ പലവിധ രക്ഷാധികാരി, അങ്ങനെയുള്ള പലവിധ അർത്ഥങ്ങൾ നമുക്ക് റബ്ബ് എന്നുള്ള പദത്തിൽ കാണാം. ഇതെല്ലാം കൂടിയാണ് റബ്ബ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ തൗഹീദിനെ ആദ്യത്തെ റുബൂബിയത്ത് എന്നുള്ള ആദ്യം വിശദീകരിക്കുന്നത്. ആദ്യം അള്ളാഹുവാണ് എൻ്റെ ഖാലിഖ് എന്ന് തിരിയണം, അള്ളാഹുവാണ് എൻ്റെ റാസിഖ് എന്ന് തിരിയണം. അള്ളാഹു അതായത് ഏകനായവനാവണം നമ്മൾ ആരാധിക്കേണ്ടത്. ഒരു ദൈവം ആരാവണം? ലോകങ്ങളുടെ മുഴുവൻ സൃഷ്ടാവാവണം. സൃഷ്ടാവായാൽ മാത്രം പോരാ, ആ ദൈവം ലോകങ്ങളുടെ മുഴുവനും പോറ്റുന്ന ആളായി മാറണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ആരാധനയ്ക്ക് അർഹതയുള്ളൂ. ഇതാണ് റുബൂബിയത്ത് എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. അതായത് ഖാലിഖ് ആവണം, ഖാലിഖ് എന്നതിൻ്റെ കൂടെ തന്നെ മുഴുവൻ പോറ്റുന്ന ആളാവണം. അങ്ങനെയുള്ള ആളിന് മാത്രമേ ഉലൂഹിയത്ത്, അതായത് ആരാധനയ്ക്ക് അർഹതയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം റുബൂബിയത്ത് എന്നുള്ളതാണ്. രണ്ടാമത് ഉലൂഹിയത്ത് എന്നുള്ളതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നമ്മുടെ ഷഹാദത്ത് കലിമയുടെ ആദ്യത്തെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ അറബി ഭാഷയിൽ തന്നെ വളരെ സുന്ദരമായ ഒരു പദാവലിയാണ്. ആദ്യം ഇലാഹില്ല എന്നാണ് പറയുന്നത്. ലാ ഇലാഹ, ഇലാഹില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അതായത് ആദ്യം നഫി, നിഷേധമാണ്. രണ്ടാമത് ഉറപ്പിക്കലാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അതായത് എൻ്റെ ജീവിതത്തിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രവർത്തനങ്ങളിലോ ഞാൻ ആരാധിക്കേണ്ട ഒരാളെന്ന നിലയിൽ വേറൊരാളുമില്ല അള്ളാഹു അല്ലാതെ എന്നുള്ളതാണ്. അതാണ് ഉലൂഹിയത്ത് എന്ന് പറയുന്ന പദം അവിടെ നിന്നാണ് വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന പദം ഒരു വിശദീകരണമുണ്ട്. ലാ മഅബൂദ ഇല്ലല്ലാ. അതായത് ഇലാഹി എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അവിടുന്നാണ് അടുത്ത ഒരു ചർച്ച വരുന്നത് തൗഹീദുൽ ഉബൂദിയ്യ. ഈ ഉലൂഹിയ എന്നതിൻ്റെ തന്നെ ആരാധനയുടെ ഭാഗമാണ് എന്നതിൻ്റെ കൂടെ തന്നെ പണ്ഡിതന്മാർ ചേർക്കുന്ന പദമാണ് ഉബൂദിയ്യ എന്നുള്ള പദം, അടിമത്തം. നമ്മൾ സൂറ ഫാത്തിഹ ഒന്ന് എടുത്തു നോക്കുക. ഈ പറയുന്ന മുഴുവനും നമുക്ക് അവിടെ കാണാം. കാരണം ഖുർആനിൻ്റെ ഒരു ആമുഖം എന്ന നിലയിലാണല്ലോ ഫാത്തിഹയ്ക്ക് ഫാത്തിഹ എന്നുള്ള പേര് തന്നെ ലഭിച്ചത്. ഖുർആൻ്റെ മുഴുവൻ ആശയം അതിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണല്ലോ അതിന് ഉമ്മ എന്നുള്ള ഒരു പദം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത്. ഉമ്മുൽ ഖുർആൻ എന്നുള്ള പദം തന്നെ സൂറ ഫാത്തിഹന് കൊടുത്തത്. സൂറ ഫാത്തിഹയുടെ ഓരോ ആയത്തും തന്നെ എടുത്തു നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സകലതും തുടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. അതായത് എല്ലാത്തിൻ്റെയും തുടക്കം അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ആ അള്ളാഹുവോ റഹ്മാനും റഹീമുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലായി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാരുണ്യം എല്ലാത്തിനെയും മൂടി നിൽക്കുന്നു. വസിഅത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും മൂടി നിൽക്കുന്നു. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 100% കാരുണ്യത്തിൻ്റെ 1% മാത്രമാണ് പ്രപഞ്ചത്തിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത് അള്ളാഹുവിൻ്റെ ശതമാനത്തിൻ്റെ 1% മാത്രമാണ്. ബാക്കി 99 പടച്ചവൻ്റെ കയ്യിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഖാലിക്കായവന് റഹ്മാനാവാൻ കഴിയണം. കാരണം അവൻ്റെ ഖൽക്ക് പല തെറ്റുകളും ചെയ്യുമ്പോഴും പൊറുക്കാൻ കഴിയുന്നവനാവണം സൃഷ്ടാവ്. അങ്ങനെയുള്ളവനെ ഇബാദത്തിന് അർഹതയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അള്ളാഹു അതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ആദ്യം റഹ്മാനും റഹീം എന്ന് തന്നെ വിശദീകരിക്കുന്നത്. രണ്ട് നോക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബ് അവനാണ് സർവസ്തുതിയും. അതായത് ബിസ്മില്ലാഹി എന്നുള്ളവരുടെയും അള്ളാഹു എന്നുള്ള പദം വരുന്നു, അൽഹംദുലില്ലാഹി എന്നുള്ളവരുടെയും അള്ളാഹു എന്നുള്ള പദം വരുന്നു. ആ അള്ളാഹു ആരാണ്? റബ്ബുൽ ആലമീനാണ്, സർവ്വലോകങ്ങളുടെയും
സൃഷ്ടാവാണ്, പരിപാലകനാണ്, സംരക്ഷകനാണ്, പോറ്റുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ്, എല്ലാം കൂടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം പറയുന്നു മാലിക് യൗമിദ്ദീൻ, അതായത് റബ്ബ് എന്നത് നീതിയുടെ ആളാവണം. റബ്ബ് എന്നത് എല്ലാവർക്കും അവസരം കൊടുക്കാൻ കഴിയുന്ന ആളാവണം. ഇവിടെ ബുദ്ധിമുട്ടുന്ന, ഇവിടെ സപ്രസ് ചെയ്യപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ഇവിടെ പലതരത്തിൽ അനീതി ലഭിക്കുന്ന ആൾക്കാർക്ക് നീതി കൊടുക്കാൻ കഴിയുന്ന ആളാവണം. അതിനുള്ള കഴിവുള്ള ആളാവണം. അതാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. കാരണം ഇവിടെ പലതരത്തിലുള്ള അള്ളാഹു തരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ നല്ല വിശ്വാസിയായിട്ടോ അല്ലയോ എങ്ങനെയാണെങ്കിലും ജീവിച്ചാൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവാം. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെയും ഈ പീഡനത്തിൻ്റെയും ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ നീതി നൽകേണ്ട ഒരു വേള ഉണ്ടാവണം, ഒരു സ്ഥലം ഉണ്ടാവണം, ഒരു നിമിഷം ഉണ്ടാവണം. അതാണ് യൗമുൽ ഖിയാമ. എല്ലാവർക്കും നീതി ഒരുപോലെ ലഭിക്കുന്നത്, നീതി ഇവിടെ കിട്ടാത്തവർക്ക് നീതി കൊടുക്കാൻ കഴിയുന്ന ഇടം, അതിൻ്റെ ഉടമസ്ഥനായ ആൾ മാലിക് യൗമിദ്ദീൻ. വീണ്ടും അള്ളാഹു പറയുന്നു അർ റഹ്മാൻ റഹീം, അവിടെയും കാരുണ്യം കാണിക്കാൻ കഴിയുന്ന ആൾ. പിന്നെന്താണ് പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തൗഹീദിൻ്റെ ഇവിടെ ഉലൂഹിയത്തിൻ്റെ തന്നെ വിശദീകരണം തന്നെ പറയാണ്, ഇബാദത്ത് നിനക്ക് മാത്രമാണ് ഇബാദത്ത്. കാരണം ഇബാദത്തിന് ഖുർആനിൽ 3 അർത്ഥങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് അനുസരണ എന്നുള്ള അർത്ഥമാണ്, രണ്ടാമത്തത് ആരാധന എന്നുള്ള അർത്ഥമാണ്, മൂന്നാമത് അടിമത്തം എന്നുള്ള അർത്ഥമാണ്. ഈ ആരാധന എന്നുള്ള അർത്ഥത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് വന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവൻ ആരുടെയും ആശ്രയത്വം വേണ്ട, അവൻ ആരുടെയും മകനുമല്ല, ആരുടെയും സന്താനവുമല്ല, ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹുവിന് തുല്യരായി ആരും തന്നെയില്ല. ഇത് ഉലൂഹിയത്തിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനം പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അവിടുന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് ആരാധന പ്രഭാവം വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് അടിമത്തമാണ്. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കാണ് നമുക്ക് അടിമയാവാൻ കഴിയുക? നമുക്കറിയാവുന്ന ഏറ്റവും സുപ്രധാനമായ സംഭവമുണ്ട്. റബീഅ ബിൻ ആമിർ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ റുസ്തമിൻ്റെ മുമ്പിൽ വെച്ചുള്ള ഒരു പ്രഭാഷണം. അവിടെ വെച്ച് അദ്ദേഹം പറയുന്ന ഒരു പ്രഭാഷണത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ ഇബാദത്ത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാം എന്താണ് തൗഹീദ് എന്ന് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം പറയുന്നു, ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചത് പിന്നെ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. എന്താണ് ഇബാദത്ത്? അടിമകളുടെ ഉടമത്തത്തിൽ നിന്ന് ശരിയായ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിയായ ഉടമയുടെ അടിമത്തത്തിലേക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകലവിധ അടിമത്തത്തിൽ നിന്നും ശരിയായ ഉടമയുടെ അടിമത്തത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. മിൻ ജൗരിൽ അദിയാനി ഇല അദ്ലിൽ ഇസ്ലാം. തൗഹീദിൻ്റെ മറ്റൊരാശയമാണ് ഈ ലോകത്ത് സകലവിധ ദുനിയാവും പലവിധ ഇസങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അക്രമത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് തൗഹീദിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. മിൻ ലീഖി ദുനിയ ഇലാ സാത്തി ദുനിയ വൽ ആഖിറ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഈ ദുനിയാവിൽ സകലവിധ ആശയങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുടിസതയിൽ നിന്ന് ഈ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക് ക്ഷണിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അതാണ് തൗഹീദ്. കാരണം നമ്മൾ ചരിത്രത്തിൽ നോക്കുക, എന്താണ് തൗഹീദ് ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം? അവിടെ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നൊരു ലോകം, അവിടെ ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾ പ്രാധാന്യമുണ്ടായിരിക്കുന്ന ഒരു ലോകം. അവരുടെ ഗോത്രവർഗമാകാം, കുടുംബമാവാം, സമുദായമാവാം, അവർ ആരാധിക്കുന്ന പൂജ വിഗ്രഹങ്ങളുമെല്ലാം ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആദ്യം പറഞ്ഞത് എന്താണ്? ഇതിനെല്ലാം എടുത്തു കളയൂ എന്നാണ്. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടിമയാവുവാൻ ഒരാൾക്കും സാധിക്കില്ല. ഒന്ന്, മറ്റൊരാളെ അടിമയാക്കാനും മറ്റൊരാൾക്കും സാധിക്കില്ല. രണ്ട്, ഈ രണ്ടാശയമാണ് ഇബാദത്ത് എന്നതിൻ്റെ പ്രത്യേകത. ഒരാളുടെ അടിമയാവാനും കഴിയില്ല, മറ്റൊരാളെ അടിമയാക്കാനും കഴിയില്ല. കാരണം അള്ളാഹു മനുഷ്യരെ സ്വതന്ത്രരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാത്രം അടിമയാവുവാനാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇബാദത്ത്, ഉബൂദിയ്യത്ത്, അടിമത്തം എന്നത് തൗഹീദിൻ്റെ പ്രധാന ഭാവമാണ്. ഇത് പറഞ്ഞതുകൊണ്ടാണ് പല മക്കയിലെ മുശ്രിക്കുകളും കാഫിറുകളായി മാറിയത്, അള്ളാഹുവിൻ്റെ നിഷേധികളായി മാറിയത്.
കാരണം ഇത്രയും കാലം വരെ തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന പല അടിമകളും തങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം അവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കേരളത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. 1920കളുടെ പശ്ചാത്തലത്തിൽ ഖിലാഫത്ത് സമരം നടക്കുന്ന കാലഘട്ടം, മലബാർ ഏരിയയിൽ ശക്തമായി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അന്ന് ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കുന്നു. മമ്പ്രം തങ്ങളുടെയും പല മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഈ താഴെയിലുള്ള കീഴ്ജാതികളായ മനുഷ്യന്മാർ, ഹിന്ദുക്കളായ പലരും ഈ തങ്ങന്മാരുടെ കയ്യിൽ പോയി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതുവരെ 12 നാഴികപ്പുറം ദൂരം നടന്നിരുന്ന മനുഷ്യന്മാർ, അതായത് ഇന്നലെ രാത്രി വരെ 12 നാഴിക ദൂരം നടന്നിരുന്ന മനുഷ്യന്മാർ സുബൈക്ക് നോക്കുമ്പോൾ തൻ്റെ നേരെ നെഞ്ചുയർത്തി നടന്നു വരുന്ന കാഴ്ച പല ജന്മിമാരും കണ്ടു. മലബാർ സമരത്തിൻ്റെ രൂക്ഷമാവുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതായിരുന്നു. അതായത് സാമൂഹിക അസമത്വം ഇല്ലാതാക്കുവാൻ തൗഹീദിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ചരിത്രപരമായി നമുക്ക് എല്ലായിടത്തും കാണാം. നിങ്ങൾക്കറിയാമോ, ഇത് ഒരു കുറച്ചും കൂടെ സമകാലിക ലോകത്തേക്ക് എത്തുകയാണെങ്കിൽ അമേരിക്കൻ ഭാഗങ്ങളിൽ, ആഫ്രോ അമേരിക്കൻ സൊസൈറ്റിയിൽ 2 തരം ചർച്ചുകളുണ്ടായിരുന്നു. ഒന്ന് ബ്ലാക്ക് ചർച്ച്, മറ്റൊന്ന് വൈറ്റ് ചർച്ച്. ബ്ലാക്ക് ക്രിസ്ത്യൻസ് ഉണ്ട്, വൈറ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. വൈറ്റ് ഈ ദേശീയത, വെള്ള ദേശീയത ശക്തമായിരിക്കുന്ന കാലഘട്ടം, വൈറ്റ് സുപ്രീമസി എന്ന് പറയുന്ന ഞങ്ങളാണ് ബെസ്റ്റ്, ഞങ്ങളാണ് സമൂഹത്തിൽ ഉന്നതർ, ബാക്കിയുള്ളവരെല്ലാം കളേർഡ് എന്നാണ്, നിറത്തിൻ്റെ ആൾക്കാർ, നമ്മളടക്കം നിറത്തിൻ്റെ ആൾക്കാർ, ഇവരൊക്കെയും മാറി നിൽക്കേണ്ടവരാണ്. അവർ പൊതുസ്ഥലങ്ങളിലും ഹോട്ടലിലും എഴുതി വെച്ചു, ബ്ലാക്സ് ആൻഡ് ഡോഗ്സ് ആർ നോട്ട് അലൗഡ്. കറുത്ത വർഗ്ഗക്കാരും നായ്ക്കളും നോട്ട് അലൗഡ്, അനുവദനീയമല്ല എന്ന രീതിയിൽ അവർ എഴുതി വെച്ചിരുന്നു. ആ സമയത്താണ് ഇസ്ലാമിൻ്റെ ഒരു വ്യാപനം ആ ഭാഗത്തേക്കുണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ചർച്ച് വൈറ്റ് ചർച്ച് എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിന് ഇതിനെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ആശയമുണ്ടെന്ന് ആഫ്രോ അമേരിക്കക്കാർ പലരും തിരിച്ചറിയുകയും അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ചെയ്യുന്ന കാരണത്താലാണ്. നിറത്തിൻ്റെ പേരിൽ മാത്രം അത് ഞങ്ങൾക്ക് വംശീയമായി ഉന്നമനമുണ്ടെന്ന് തോന്നുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയുന്നതാണ് തൗഹീദ് എന്ന്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു നിറത്തിനും പ്രാധാന്യമില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രഭാഷണത്തിൽ പ്രത്യേകം ഇതെടുത്ത് പറഞ്ഞല്ലോ, ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ യാതൊരു മഹാത്മ്യവുമില്ല, ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ തിരിച്ചോ യാതൊരു മഹാത്മ്യവുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞിരുന്നു, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഞാൻ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മുഴുവൻ പേരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, ഒറ്റ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും, അവിടെ വേർതിരിവില്ല. അപ്പോൾ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, ഈ തരത്തിലുള്ള നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഈ വർണ്ണ വൈവിധ്യങ്ങൾ, ഭാഷാ വൈവിധ്യങ്ങൾ, പ്രാദേശിക വൈവിധ്യങ്ങൾ, വംശവൈവിധ്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത് നിങ്ങളെ വിവിധ സമൂഹങ്ങളായും ഗോത്രവർഗ്ഗങ്ങളായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്നും പല ഭാഗങ്ങളിൽ ഗോത്രം എന്ന് പറയുന്നത് വലിയ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇന്ന ഗോത്രക്കാണ്, ഖുറൈശിയാണെന്ന് പറയുന്നത് ആളൊരു ഖുറൈശിയാണെന്ന് പോലും നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആ ഇടക്കാലത്ത് പോലും ആളൊരു തുർക്കിയാണെന്ന് പറയുമായിരുന്നു, യുവ തുർക്കി എന്ന് വെച്ചാൽ ഇന്ന ഭാഗക്കാരെന്ന് പറയുമ്പോൾ പ്രത്യേക മഹിമയും പ്രിവിലേജും വരുന്ന ഒരു കാലഘട്ടം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളിങ്ങനെ ഗോത്രങ്ങളായും വിവിധ സമൂഹങ്ങളായും തരം തിരിച്ചത് സൃഷ്ടിച്ചെന്തിനാ, ഇത് താറഫു, പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നുമല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, പക്ഷേ ഈ വൈവിധ്യങ്ങൾക്കാക്കും അപ്പുറം അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവനാരാ, നിങ്ങളിൽ ഏറ്റവും ജാഗ്രതയും സൂക്ഷ്മതയും ഭയഭക്തിയും പുലർത്തുന്നവരാണ്. തഖ്വ അല്ലെങ്കിൽ തൗഹീദ്, എങ്ങനെയാണ് കണക്ഷൻ? സാമൂഹികമായി ഉണ്ടാകുന്ന വിഭാഗീയതകൾ ഇസ്ലാം തൗഹീദിലൂടെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇത് കാണാം. ഏതെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ അവർക്ക് ആർക്കും ഇങ്ങനെ വാദിക്കാൻ കഴിയില്ല. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സമൂഹത്തിൻ്റെ ഉന്നത രീതിയിലേക്ക് എത്തുവാൻ കഴിയുമായിരുന്നു. കാരണം എന്താ? തൗഹീദ് കൊണ്ടാണ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഉബൂദിയത്ത്, അള്ളാഹുവിൻ്റെ അടിമത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ ആരാധന അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തരത്തിലുള്ള വിഭാഗീയതയും വംശീയതയ്ക്കും ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നാണ് അർത്ഥം. അതിനുശേഷമാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ആരാധന എന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖാലിഖാണ്, ആവണം. ഖാലിഖാവുന്നവന് മാത്രമേ ആരാധന പാടുള്ളൂ. എല്ലാവരെയും റബ്ബാവുന്നവന് മാത്രമേ ആരാധന പാടുള്ളൂ.
ഇലാഹ് അവനാണ്, ഇങ്ങനെയുള്ളവനാണ് ഇലാഹ്. അങ്ങനെയുള്ളവന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലവട്ടം ഖുർആൻ തന്നെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ഈ കഴുത്തിലെ നാളത്തേക്കാളും ഞാൻ നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ മറുപടി തരാം. ഇസ്ലാമിൻ്റെ മറ്റൊരു തൗഹീദിൻ്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അള്ളാഹുവും സൃഷ്ടിയും ഖാലിഖും മഖ്ലൂക്കിനിടയിൽ യാതൊരു അതിർവരമ്പുകളും ഇല്ല എന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു വിളിക്കുന്നു. നമ്മൾ മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ എന്നോ അറബിയിൽ അൻത എന്നൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബസ വത്തവല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരം വിമർശിക്കുന്നത് കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നബി തിരുമേനി, താങ്കൾ, റസൂൽ എന്നൊക്കെ പദമാണ്. പക്ഷെ അള്ളാഹുവിനെ പറയുമ്പോൾ നമ്മൾ നീ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഖാലിഖും മഖ്ലൂക്കിനും ഇടയിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാവാൻ പാടില്ല, ഇല്ല എന്നതുകൊണ്ടാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാഹി എന്ന രീതിയിൽ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഇസ്ലാം പ്രധാനമായും പഠിപ്പിക്കുന്ന ഈ ഒരു ആശയമാണ്, ഒരു മീഡിയേഷൻ്റെ ആവശ്യം ഇബാദത്തിൻ്റെ കാര്യത്തിൽ വേണ്ട. ഇനി ഒരാളെ കണ്ണ് ചേർത്തുകൊണ്ട് അയാളിലൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കൂ എന്നത് ഇസ്ലാമിലില്ല. കാരണം അതാണ് ലോകത്തിൻ്റെ വിവിധ മതങ്ങളുടെയും രീതി. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇസ്ലാമിൽ എന്തില്ല? പൗരോഹിത്യമില്ല, പ്രീസ്റ്റ്ഹുഡ് ഇസ്ലാമിലില്ല. കാരണം അവരാണ് വിശ്വാസിയുടെയും ദൈവത്തിൻ്റെയും നടുക്കുള്ള മധ്യസ്ഥർ എന്ന നിലയിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് അങ്ങനൊരു സംവിധാനം ഇസ്ലാമിലില്ല. അങ്ങനൊരു സംവിധാനം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമായി മാറുന്നു. റഹ്ബാനിയത്തൻ ഇബ്തദഉഹാ മാ കതബ്നാ അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലി കിതാബുകാരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, നാം അവർക്ക് നിർബന്ധമാക്കാത്ത, പറഞ്ഞു കൊടുക്കാത്ത, കൽപ്പിക്കാത്ത റഹ്ബാനിയത്ത്, പൗരോഹിത്യം അവരുണ്ടാക്കിയെന്നാണ്. കാരണം ഇസ്ലാമിൽ നബി അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താ? അത് തൗഹീദിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് മധ്യസ്ഥത, വിശ്വാസിക്കും സ്രഷ്ടാവിനുമിടയിൽ ഒരു മധ്യസ്ഥതൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ കൊണ്ടാണ് ഇസ്ലാം ലോകത്ത് വ്യാപിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വംശീയതയ്ക്ക് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. കാരണം തൗഹീദിന് വിരുദ്ധമാണ്. അസമത്വത്തിന് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല, കാരണം തൗഹീദിന് വിരുദ്ധമാണ്. അടിമത്തത്തിന് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല, അതും തൗഹീദിന് വിരുദ്ധമാണ്. പൗരോഹിത്യത്തിനും ഇസ്ലാമിൽ അടിസ്ഥാനമില്ല, അതും തൗഹീദിന് വിരുദ്ധമാണ്. അപ്പം ഈ ഒരു ആശയമാണ് ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവമായി മാറിയത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തൗഹീദ് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്നത് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത തൗഹീദിൻ്റെ സൃഷ്ടിപ്പിലെ ഏകത്വമാണ്. അള്ളാഹു എന്നത് ഒറ്റ ഒരാളാണ്. വഖലഖ കുല്ല ഷൈഇൻ ഖദ്ദറഹു തഖ്ദീറ, അള്ളാഹുവാണ് മുഴുവനും സൃഷ്ടിച്ചത്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ സൃഷ്ടിച്ചത് നാമാണ്. അള്ളാഹ് പറഞ്ഞത് വഖലഖ കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഫഖദ്ദറഹു തഖ്ദീറ, അതിനെ കറക്റ്റ് തിട്ടപ്പെടുത്തിയതും അള്ളാഹു തന്നെയാണ്. അത് മാത്രമല്ല ആധിപത്യം, മുൽക്കിയത്ത്, ആധിപത്യം, അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞത്. ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും മുൽക്കിയത്ത് അള്ളാഹുവിൻ്റെ തന്നെ കയ്യിലാണ്. ആധിപത്യം പടച്ചവൻ തന്നെയാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിയും അവനാണ്, സൃഷ്ടിക്കാനുള്ള കഴിവും അവനാണ്, അധികാരവും അവന് തന്നെയാണ്. തബാറക്കല്ലാഹു റബ്ബൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷം പറഞ്ഞില്ല, സർവ്വലോകങ്ങളുടെയും റബ്ബിനെ നിങ്ങൾ പുകഴ്ത്തുക എന്ന രീതിയിൽ ഇത് പറയുന്നുണ്ട്. അതായത് ആധിപത്യത്തിൻ്റെ ഏകത്വം തൗഹീദ്, അതും അള്ളാഹുവിനാണ്. സൃഷ്ടിപ്പിൻ്റെ ഏകത്വം, അതും അള്ളാഹുവിനാണ്. അതുമാത്രമല്ല നിയന്ത്രണത്തിൻ്റെ ഏകത്വം, കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. അലാ ലഹുൽ ഖൽഖ്, നേരത്തെ പറഞ്ഞ ഈ ആയത്ത് തന്നെ. അമ്ര, കൽപ്പന പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. കുൻ ഫയകൂൻ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ്. അവൻ ആവുവാൻ പറയുന്നു, അപ്പോൾ ആവുന്നു. അള്ളാഹു തീരുമാനിക്കും, അത് സംഭവിക്കും. അത് ഒരു കാര്യം കൽപ്പിക്കാനും അത് നിയന്ത്രിക്കാനുമുള്ള അധികാരം പടച്ചവന് മാത്രമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആശയമല്ല. നമ്മുടെ ഒരു ഈ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിൻ്റെ, ചരിത്ര
വായനയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ഇസ്ലാമിനെ അറിഞ്ഞും അറിയാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങുന്നതാണ് ചെയ്യുക. ഇസ്ലാം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നു, പിന്നെ നമ്മളിങ്ങനെ വന്നു എന്ന രീതിയിലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഖുർആൻ ആ വാദം പറഞ്ഞത് എന്തിനാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നത്? അവലുർ റസൂൽ എന്നതിന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്? ആദ്യത്തെ റസൂൽ എന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്? പിന്നീടുള്ള പല ഇസ്രായേലി പ്രവാചകന്മാരെയും ലോകത്തുള്ള വിവിധ പ്രവാചകന്മാരെയും അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പരാമർശിക്കുന്നത്? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ലോകത്ത് വബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ നാടിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു എന്തിനാണ് പറയണത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാം തുടങ്ങി എന്നുള്ള ധാരണ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. മുമ്പും അന്നും ഇസ്ലാമുണ്ട്, ഇന്നും ഇസ്ലാമുണ്ട്. അതായത് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതും തൗഹീദ് തന്നെയാണ്. എല്ലാ നബിമാരും പഠിപ്പിച്ചതും, എല്ലാ റസൂലുമാരുടെയും പിൻപറ്റി വന്ന നബിമാരും പഠിപ്പിച്ചതും തൗഹീദ് തന്നെയാണ്. അതത് നാടുകളിൽ തെറ്റിപ്പോകുമ്പോൾ അവരെന്തെങ്കിലും അക്രമം കാണിക്കുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്ന ഷിർക്കല ളുലുമുൻ അളീം. കാരണം തൗഹീദിൻ്റെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഷിർക്ക് എന്നത്. ഷിർക്ക് എന്നത് നമ്മൾക്കിടയിൽ ലോകത്ത് ഷിർക്കിനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലതരം പൂജകളുമായി ബന്ധപ്പെട്ടും വിവിധ മൂർത്തികളെയും ഒക്കെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നമുക്കറിയാം. അവിടുന്നാണ് ഷിർക്കിൻ്റെ ചർച്ച തുടങ്ങുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വാപ്പയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അനങ്ങാപ്പാറയായ വിഗ്രഹങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്. നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, മുമ്പത്തൊരു ഈച്ച പോലും എന്തെങ്കിലും വന്നിരുന്നാൽ ആട്ടി ഓടിക്കാൻ പറ്റാത്ത ഇതിനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇതിനാണോ നിങ്ങൾ ചോദിക്കുന്നത്? വിഗ്രഹങ്ങളെ തകർത്തിട്ട് വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ മഴു വെച്ചിട്ട് നാട്ടുകാർ ചോദിക്കുമ്പോൾ അതിനോട് ചോദിക്കാൻ പറയാൻ അവരുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്ന അവരുടെ ബുദ്ധിയെ ചിന്തിക്കാൻ പ്രയോഗിക്കുന്ന രീതിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഷിർക്കിനെ കൈകാര്യം ചെയ്യുന്നത് കാണാം. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു ഷിർക്കിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, മനിത്തഖദ ഇലാഹു ഹവാ. അതായത് സ്വന്തം താല്പര്യങ്ങളെ ഇലാഹാക്കി മാറ്റിയ ഒരു ഷിർക്കിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെ ഭേദഗതിയൊന്നും അവിടെ ഇല്ല. അതായത് നോൺ മുസ്ലിം എന്നോ മുസ്ലിം എന്നോ വേർതിരിവില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം ചോദിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങളെ ഇലാഹാക്കി മാറ്റിയവർ. ഏതൊക്കെ നിമിഷങ്ങൾ അപ്പോൾ നമ്മൾ ഷിർക്ക് ചെയ്തിട്ടുണ്ടാവാം? ഏതൊക്കെ നിമിഷങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ താല്പര്യങ്ങളെ ഇലാഹാക്കി മാറ്റിയിട്ടുണ്ടാവാം? അതുമാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപം എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റിയാഇനെയാണ്. നാട്ടുകാർ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയ കാര്യമാണ്, സംഭവമാണ്, ഞാൻ ഉഷാറാണ് എന്ന് നാട്ടുകാരുടെ പ്ലസ് പോയിന്റ് കിട്ടുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റിയാ ആയിട്ടാണ്. ആ റിയാ അഷ്ർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് ഷിർക്ക് കടന്നു വരുന്നത് അത് ഹറാമിലേക്കുള്ള പോക്കാണ്. നമ്മുടെ ചിന്ത, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ ചിന്തയിൽ പോലും നമ്മുടെ താല്പര്യങ്ങളെ ഇലാഹാക്കി മാറ്റാൻ പാടില്ല. ആ താല്പര്യങ്ങൾ ഇലാഹാക്കി മാറുമ്പോഴാണ് നമ്മൾക്കിടയിൽ നിഫാഖും റിയാഉം, കപടതയും ലോകമാന്യതയും, നാട്ടുകാരെ കാണിക്കാനുള്ള ഈ ഡബിൾ ഫേസൊക്കെയും രൂപപ്പെടുന്നത് താല്പര്യങ്ങളെ ഇലാഹാക്കി മാറ്റുന്ന സാഹചര്യങ്ങളിലാണ്. അത് ഉലൂഹിയത്തിനെതിരെ, ഇബാദത്തിനെതിരെയാണ്, തൗഹീദിനെതിരെയാണ് എന്നും കൂടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഷിർക്ക് എന്നത് മറ്റു പല നോൺ മുസ്ലിങ്ങളിൽ സംഭവിക്കുന്നതാണ്, ഷിർക്ക് നമ്മളിൽ സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, അല്ലെങ്കിൽ സഹാബികൾ പ്രത്യേകം പ്രാർത്ഥിച്ചത്, പടച്ചോനെ ഞങ്ങളാരെങ്കിലും നിഫാഖിൽ പെടുമോ, ഞങ്ങൾ മുനാഫിക്കിൽ പെടുന്നവരാണോ എന്ന ആകാംക്ഷയിലായിരുന്നു പലരും. അവരാശങ്കപ്പെട്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഭയങ്കര പറയുന്നത് കാണാം. കാരണം മുനാഫിക്കാവുന്ന നിമിഷം അതിൻ്റെ അർത്ഥം എൻ്റെ താല്പര്യങ്ങളെ ഞാൻ ഇലാഹാക്കി മാറ്റുന്നു എന്നാണ് അർത്ഥം. അപ്പം ഷിർക്ക് എന്നത് പൂജയും വിഗ്രഹങ്ങളും മൂർത്തികളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, നമ്മുടെ താല്പര്യങ്ങളെയും കൂടി ബന്ധപ്പെട്ടതാണ്. അത് തൗഹീദിന് വിരുദ്ധമാണ്. ഒരു ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു നിയമം മുന്നിലുണ്ടായിട്ട് ആ നിയമം മാറ്റി വെച്ചിട്ട് താല്പര്യങ്ങൾക്ക് പുറകിൽ പോവുകയാണെങ്കിൽ അതെന്തായി മാറുന്നു? അത് ഷിർക്കിലേക്കുള്ള വഴിയായി മാറുന്നു.
കാരണം മുൻകാല സമൂഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന കാണാം, ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ. മുൻകാല സമൂഹങ്ങൾ, പ്രത്യേകിച്ച് അഹ്ലു കിതാബുകാരെ വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളായി സ്വീകരിച്ചുവെന്ന്. അതാണ് മറ്റൊരു ഷിർക്കിൻ്റെ വഴി. നമ്മൾക്കിടയിൽ നമ്മുടെ തീരുമാനങ്ങളെ, ശരിയായ തീരുമാനങ്ങളെ മാറ്റി നേതാവിൻ്റെ തെറ്റായ തീരുമാനങ്ങളെ പിൻപറ്റാൻ തുടങ്ങുന്നത് നമ്മളിൽ ഷിർക്ക് കടന്നു വരുവാൻ, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വരുവാൻ വഴിയൊരുക്കുന്നു എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. നേതാവ് മുസ്ലിമാണെന്ന് മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിം ആവണം എന്നും കൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാ. അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനും ഒരു അനുസരണവും പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിഷേധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മഖ്ലൂക്കിന് അനുസരിക്കുകയാണെങ്കിൽ അത് തൗഹീദിന് വിരുദ്ധമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ ആ മകനോടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടല്ലോ, മാതാപിതാക്കളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, വലാ തുതീഉഹുമാ, മാതാപിതാക്കൾ നിങ്ങളെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. പക്ഷെ വസാഹിബുമാ ഫിദ് ദുനിയ മഅറൂഫ, പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയിൽ അവരോട് നന്നായി പെരുമാറണമെങ്കിൽ പോലും അവരെ വേണ്ടാത്ത കാര്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ വിരുദ്ധമായ ആശയങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ അവരനുസരിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിനോട്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിനോടാണ് മാതാപിതാക്കളുള്ള കടമയെ ചേർത്ത് വെക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം ഖുർആൻ വെക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ആ മാതാപിതാക്കൾ പോലും തൗഹീദിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരനുസരിക്കേണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം തൗഹീദിൽ യാതൊരു ദാക്ഷിണ്യവുമില്ല. സൂറത്തുൽ കാഫിറൂൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കാഫിറൂൻ മക്കി സൂറത്തുകളിൽ വളരെ അപൂർവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. മക്കി സൂറത്തുകളിൽ വേറെ, മദനി സൂറത്തുകൾ വേറെ ഉണ്ടെങ്കിലും യാ അയ്യുഹൽ കാഫിറൂൻ, പറഞ്ഞുകൊട് നബിയെ, അല്ലയോ കാഫിറുകളെ എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയുന്നത്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല, മുമ്പും ചെയ്തതിനെ ഞാൻ ഇനിയും ചെയ്യുകയില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അവസാനം എന്താണ് പറഞ്ഞത്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. പക്ഷേ ആ ഒരു പദം ഇന്ന് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഏതൊരു സമത്വവും സഹവർത്തിത്വവും സഹിഷ്ണുതയൊക്കെ പറയുന്ന ആട്ടാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ദീൻ എൻ്റെ ദീൻ എന്നല്ല. ഒരു ദാക്ഷിണ്യമില്ലാത്ത പറച്ചിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ദഅവത്തിൽ, ഇസ്ലാമിൽ, ഇസ്ലാമിൻ്റെ തൗഹീദിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ അഹദ് അഹദ് എന്നും പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾക്ക് കരയേണ്ടി വരുമായിരുന്നില്ല. പീഡനങ്ങൾ ഏൽക്കുമ്പോൾ അവരും പറഞ്ഞത് അഹദ് അഹദ് എന്ന് മാത്രമാണ്. തൗഹീദിൻ്റെ മന്ത്രമാണ് അവരപ്പോഴും ചൊല്ലിയത്. അവർക്ക് പല സഹാബികളും വന്ന് ഒരു സഹാബിയെ നിർബന്ധിച്ചിട്ട് ഷിർക്കിൻ്റെ വാക്ക് ചൊല്ലിപ്പിച്ചു. വളരെ വിഷമിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. നബിയെ, എനിക്കിങ്ങനെ പറയേണ്ടി വന്നു, പീഡനം സഹിക്ക വയ്യാതെ എനിക്കിങ്ങനെ പറയേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, കാരണം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത കാര്യമാണ്, നിർബന്ധിത ആക്കിയമായ കാര്യമാണ്. നമ്മൾ സഹാബികളുടെ ചരിത്രം എടുത്ത് നോക്കുക. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിനെ തടവുപുള്ളിയായി പിടിച്ചിട്ട് കുരിശിൽ തറച്ചു. കുരിശിൽ തറയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഖുറൈശികളായ ആൾക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലത്ത് നിന്റെ നബി കുരിശിലും നീ നിന്റെ കുടുംബത്തോടൊപ്പം സമാധാനപരമായ സന്തോഷമായി ഇരിക്കുന്ന സന്ദർഭം നിന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് ഏതാണ് ഇഷ്ടം? അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ നബിയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, അതിനേക്കാളും ഇഷ്ടം എനിക്ക് ഈ കുരിശ് മരണമാണ്. എന്തുകൊണ്ടാണ്? തൗഹീദിനോടുള്ള സമർപ്പണമാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് ഷഹാദത്ത് കലിമയുടെ ഭാഗമാക്കി മാറ്റിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മാത്രമല്ല, തൗഹീദ് പൂർത്തിയാവുന്നത് സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ്. വിശ്വാസം കൊണ്ട് തൗഹീദ് പൂർത്തിയാവുകയില്ല. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. തഹൂറു ശത്രുൽ ഈമാൻ. എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? കാരണം സുന്നത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വിശ്വസിച്ചു എന്നതുകൊണ്ട് ജീവിച്ചാൽ ശുദ്ധിയില്ലാത്തവന് വിശ്വാസമില്ല.
ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദ്ഖുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസിയാവാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നെന്താ പറഞ്ഞത്? വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതായത് ഇസ്ലാം വൈരാഗ്യങ്ങളെ വെറുക്കുന്നതാണ്. വൈരാഗ്യ ബുദ്ധി കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ല, തൗഹീദ് ഏൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കിബിർ ഒരു അണിമണി തൂക്കം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ. കാരണം അവിടെ കിബിർ ഉള്ളവന് തൗഹീദിനോട് എതിരാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് എന്ന് പറയുന്ന ഏതോ ഒരു ചർച്ചയും നമ്മളുമായി ബന്ധമില്ലാത്തൊരു ലോകം എന്നല്ല. നമ്മുടെ ഇടപാടുകളിൽ സൂക്ഷ്മതയില്ലെങ്കിൽ ഈമാൻ ഇല്ല എന്നതുകൊണ്ടാണ് അത് അർത്ഥമാക്കുന്നത്. നമുക്ക് പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ, തൗഹീദിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം പറയുന്നത്, തൗഹീദ് എന്നത് കുല്ലമാ ഖവിയ തൗഹീദ് ഫിൽ ഖൽബ്, ഹൃദയത്തിൽ എപ്പോഴൊക്കെ ഈമാൻ ശക്തമാവുന്നോ, ഫി ഖൽബിൽ അബ്ദ്, അടിമയുടെ ഹൃദയത്തിൽ എപ്പോഴൊക്കെ ഈമാൻ ശക്തമാവുന്നോ, ഖവിയ ഈമാനുഹു, അവൻ്റെ ഈമാൻ ശക്തമാവുന്നു. വതഅ്മിനതുഹു, അവൻ്റെ സമാധാനം നല്ലതുണ്ടാവുന്നു. വതവക്കുലുഹു, അതുപോലെ തന്നെ യഖീനും, തവക്കുൽ ശക്തമാവുന്നു, അവൻ്റെ യഖീൻ അള്ളാഹുലുള്ള ദൃഢമായ വിശ്വാസം ശക്തമാവുന്നു, അവൻ്റെ ഈമാൻ ശക്തമാവുന്നു, ശാന്ത സ്വഭാവമായി മാറും, എന്തും വന്നാലും നേരിടാൻ പറ്റാത്ത നല്ല സ്വബറുള്ള ഹൃദയമായി മാറുന്നു. എപ്പോൾ? ഈമാനുള്ളപ്പോൾ. അതായത് തൗഹീദിൻ്റെ പൂർണ്ണത നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് കാണുന്നത്. അതായത് ഇതൊരു സിദ്ധാന്തം മാത്രമല്ല. ഒരു പുഞ്ചിരി ഒരാളെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയാത്തവന് അവൻ്റെ അർത്ഥം ദുർബലമായ ഈമാനുള്ളവനാണെന്നുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തെറ്റ് കാണുമ്പോൾ തടയാൻ കഴിയാത്തവന് ഈമാൻ ദുർബലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ഈമാൻ, കാരണം തൗഹീദ് എന്ന് പറയുന്ന ആശയത്തിൽ ദുർബലമായ നിലപാടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഈമാൻ കുറവാണെന്നാണ് അർത്ഥം. വമൻ റആ മിൻകും മുൻകറൻ, ഒരു തെറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫൽ യുഗയ്യിർ ബിയദിഹി, കൈകൊണ്ടത് തടയുക. അതിന് കഴിയില്ലെങ്കിലോ ഫബിൽ ലിസാനിഹി, നാക്കുകൊണ്ട് തടയുക. അതിനും കഴിയില്ലെങ്കിലോ ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ടെങ്കിലും മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാവുക. ദാലിക അദ്വഫുൽ ഈമാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് ഏറ്റവും ദുർബലമായ ഈമാൻ. അങ്ങനെ തൗഹീദിൽ ദുർബലമുള്ളവർക്കാണ്. നല്ല തൗഹീദ് ഉള്ളവന് നാക്കുയർത്തി സംസാരിക്കാനും വിരൽ ചൂണ്ടി പറയാനും കഴിയും, അവൻ്റെ അക്രമിയുടെ കൈ പിടിക്കാൻ കഴിയും. തൗഹീദ് എന്ന് പറയുന്നത് ഒരാളെ ധീരനാക്കുന്നതാണ്. തൗഹീദ് എന്ന് പറയുന്നത് ഒരാളെ നല്ല ക്ഷമയും സ്ഥൈര്യമുള്ളതാക്കുന്നതാണ്. തൗഹീദ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാശയം എന്ന നിലയിൽ മാത്രമല്ല, ഒരു വിശ്വാസിയെ നല്ല മുസ്ലിമും നല്ല വിശ്വാസിയുമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തൊട്ടടുത്ത് വിശന്ന് കിടന്ന് ഒരുത്തൻ കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നല്ല വിശ്വാസിയാവുകയില്ല എന്നാണ് അർത്ഥം. അതായത് എൻ്റെ വിശ്വാസം പൂർത്തിയാവണമെങ്കിൽ എൻ്റെ സഹജീവി സ്നേഹം വേണം. അതായത് തൗഹീദ് പൂർത്തിയാവണമെങ്കിലോ നാട്ടുകാരോട് നന്നായി ഇടപെടുന്നവനാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മുഅ്മിനുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ മുഅ്മിൻ എന്ന് പറയുന്നത് നാട്ടുകാരോട് ഇടപഴകുകയും അവരോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സ്വബർ പാലിക്കുകയും ചെയ്യുന്നവൻ. രണ്ടാമത്തെ മുഅ്മിൻ നാട്ടോടൊട്ട് ഇടപഴകുകയുമില്ല, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഒട്ടും സ്വബറില്ലാത്ത മുഅ്മിൻ. രണ്ട് മുഅ്മിനുകളാണ്. മനുഷ്യന്മാർ പല വിധത്തിലാവാം. പക്ഷെ അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖൈർ ആരാണ്? ആദ്യം പറഞ്ഞവനാണ്. ജനങ്ങളുടെ ഇടപഴകാൻ കഴിയുന്നവനാണ് നല്ല മുഅ്മിൻ. കാരണം അവന് തൗഹീദ് നല്ല സ്ട്രോങ് ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഹുജറാത്തിൽ തന്നെ അത് വിശദീകരിക്കുന്നത് കാണാം. കാലത്തിൽ അഅറാബു ആമന്ന, കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഒരു അഅറാബികളായ വിദൂര ഭാഗത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈമാനുള്ളവരായി മാറി, ആമന്ന എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നുണ്ട്, നബിയെ പറഞ്ഞു കൊടുക്ക്, ആമന്ന എന്ന് പറയണ്ട, അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു പോയിട്ടില്ല, പേരിൽ നിങ്ങൾ മുസ്ലിങ്ങളായി. കാരണം എന്താ? തൗഹീദ് ശരിയായി നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. തൗഹീദ് ഒരു ആശയം എന്നതിനേക്കാളും അപ്പുറം തൗഹീദ് നമ്മുടെ ആക്ഷനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സിദ്ധാന്തവും ഒരു കാര്യവും കൂടിയിട്ടാണ്. ഈ തരത്തിലാവണം നമ്മൾ തൗഹീദിനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് തൗഹീദ് എന്നത് ഏതോ കുറച്ച് ഭൗതിക വർത്തമാനം പറയുന്ന വിഷയമല്ല എന്നതിനേക്കാളും അപ്പുറം
നമ്മുടെ ജീവിതത്തിലെ ഓരോ അനക്കങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.